ഞാൻ കളക്കട്ടെ. പിടിവിടരുത് കേട്ടോ, ഒന്ന് ചുറ്റി പിടിച്ചോ. ആ ചെടി ഇവിടെ ഇല്ല ചേട്ടാ. ആ ചെടി ഇവിടെ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചില്ല. ഒരു ചെത്തി, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ആ ചെത്തി ഇല്ലാന്ന്. ചേട്ടാ, നമ്മുടെ വീട്ടിൽ ആ ചെത്തി ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ ചെത്തി ഇവിടെ ഇല്ല. അതിൻ്റെ മൊട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊട്ട് പോലെ ഇരിക്കും. അതിൻ്റെ അറ്റ ഇങ്ങനെ ഉരുണ്ട മൊട്ട് പോലെ. അപ്പിടാനായിരിക്കും ഇവനെന്നെ കാട്ടി. അപ്പിടാനാ. നീ ഒതുങ്ങി നിൽക്ക. മൊട്ട് പോലെ നിൽക്കും അതിൻ്റെ അറ്റം. അവിടെ ഈ ചെത്തി അതിൻ്റെ അറ്റം ഇങ്ങനെ ഉരുണ്ടിരിക്കുക മൊട്ട് പോലെ. ഇത് കൂർത്തല്ലേ. അതിവിടെ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ സമ്മതിക്കൂലായിരുന്നു. ഇതേണ്ട, നല്ല രസമില്ലേ? ആ ഓണത്തിന് ഇതൊന്നും ഉണ്ടായില്ല. ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോടാ. ചേട്ടാ, ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. ദേ വെടി കൊണ്ട പന്നി പോണു. ചേട്ടാ, ഒരു സ്വാഗതം പറഞ്ഞിട്ട് പോ. എന്താ നമ്മുടെ ബാസ്ക്യൂ കിടക്കണം. ബാസ്ക്യൂ, വാവ്. അപ്പോൾ ദേ രാവിലെ തന്നെ ഒരു പണി കിട്ടിട്ടോ. ചുമ്മാ ചായയും കൊടുത്ത് നിർത്തിയ ചേട്ടൻ ചായയും കുടിച്ചിട്ട് ഓടി വെള്ളം കുത്തിക്കളയാൻ നമ്മുടെ വിറക് വെച്ചേക്കണതിൻ്റെ അവിടെ ആ തൂണം കുരുട്ടിച്ചാടിച്ചിട്ട് ഒരു പണിയില്ലാത്തതുകൊണ്ടാണോന്നറിയില്ല, തൂണ് ഉരുട്ടിച്ചാടിച്ചു. എന്നിട്ട് നമ്മൾ അപ്പുറം ചെന്നപ്പോഴത്തേക്ക് ആദ്യം ഉണ്ടായ കുമ്പളങ്ങ മൊത്തം ചീഞ്ഞു പോയി. ഞാനൊന്ന് വരട്ടെ. ചേട്ടൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടും. അയ്യോ, അതെന്നടാ കരഞ്ഞ? ഏതാ? ഓ, ഈ ചെറുക്ക മനുഷ്യനെ പേടിപ്പിക്കൂലോ. പോ, അങ്ങ് പോ, ഞാനൊന്ന് പോട്ടെ. എടാ നീയേ നിറച്ച് കാന്താരിമുളക ഒരു പാത്രം എടുത്തോണ്ട് വന്നിട്ട് പറിക്കാവോ? പറിക്കോടാ. നിനക്ക് മീൻകറി വെക്കാനേ മുളക് തീർന്നു പോയി. നിറച്ചുണ്ട്. മൂത്ത് പഴുത്ത്. ഈ ചൊറിയങ്ങണ്ണൻ. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാ. എന്നാ അതുകൊണ്ട് മുറിച്ചെടുത്താൽ മതി. ഇതിൽ ഉണ്ടാവണ്ടത് ഉണ്ട്, അറ്റത്തൊക്കെ ഉണ്ടാവണുണ്ടോ? കുമ്പളങ്ങയൊക്കെ ഉണ്ടാവണുണ്ട്. ആ, ഓക്കെ. അത് മൂത്ത് ചേട്ടാ, നല്ല മൂത്ത്. വെള്ളം വീഴുമ്പോൾ പെട്ടെന്ന് മൂക്കും. ആ, വാട എന്നാൽ പറിച്ച് കഴിഞ്ഞിട്ട് കാന്താരിമുളക് പറിച്ചാലും മതി. ഇതേടാ മത്തങ്ങ, ആ മത്തങ്ങയിലേക്ക് മൂടി വെച്ചേരാ പാത്രം. തിരിച്ചു വരുമ്പോൾ എടുക്കാൻ എളുപ്പമുണ്ട്. ഇങ്ങ് വാ, ഈ മത്തങ്ങയുടെ മുകളിലേക്ക് വെച്ചേരടാ. എന്നാ ബാ. അപ്പം ഇത് എടുത്തിടാൻ എന്തായാലും ചാക്ക എന്തായാലും എടുക്കാൻ മേലായിരുന്നോ? എന്നാൽ പിന്നെ മത്തങ്ങ ഇങ്ങ് എടുത്തോണ്ട് വന്നോ. കുമ്പളങ്ങി ഇടാനൊരു ചാക്ക് വേണമെങ്കിൽ കൊണ്ടുവരായിരുന്നു. നിക്ക
വേണ്ട, പപ്പ മുറിക്കും. ആ, മുറിച്ചോ. ഓക്കെ. ആ, തണ്ട് മുറിക്കല്ലേ. ഇവിടെ ഇറങ്ങുന്നുണ്ട്. ആ, അതല്ലേ. മഞ്ഞച്ചു തുടങ്ങി. ഏത്? ആ, അതും പോയി ചേട്ടാ. ഇതേത് മഞ്ഞച്ച് പോയി. അത് പോയതല്ല, ഞാൻ കണ്ടു നോക്കിയാൽ. ഇത് നല്ല ചേമ്പാണോ ചേട്ടാ? അയ്യോ, കുഴിയായിരുന്നോ ചേട്ടാ? ഇപ്പം കാല് പോയാണല്ലോ. ശരിയാട്ടോ, ഇവിടെ കുഴിയാ. ആ, എന്നാ കുഴിയാ ചേട്ടാ? ദേ കുഴിക്കകത്ത് പപ്പ വീണ്. ദേ ചേട്ടാ കുമ്പളങ്ങ. ആ കുഴിക്കകത്തേക്കിട്ട്. ചേട്ടനല്ലേ ഇപ്പം അവിടെ ചെന്ന് വീണാ? മൂത്ത അങ്ങ് പറിച്ചോ. തണ്ടിൻ്റെ ചെത്ത് കൊടുക്കരുത്. ആ, യെസ്. എന്നാ കൊടുക്ക, നീ കൊണ്ട് വെച്ചിട്ട് വാ. നിന്റെ ഒച്ച അങ്ങോട്ട് പോയി. നീയാണ് കർഷകൻ. അടിയിൽ നിന്ന് മുകളിലേക്ക് ചെത്തടാ. കൊണ്ടുവച്ചോ. പൊക്കോ പൊക്കോ. എന്നാ കത്തി കൊടുത്തില്ല. കത്തി വാങ്ങിച്ചോ ചേട്ടാ. ഏത്? ഇതോ? ആണോ? ഈ കേരള കുമ്പളങ്ങ ഉണ്ടാകും. നല്ല തോട്ടി കിട്ടി, നീളം കൂടി തോട്ടിയുണ്ടോ? ഇതുണ്ട്, അവിടെ ഉണ്ട്. വാങ്ങിച്ച് ഇത് കൊള്ളാത്ത ചേമ്പാ. അത് കൊള്ളാം. അത് നല്ല കേട്ടോ. ഏത്? വലുത്. ഏത്? ആ വലുത്, ആ കപ്പളത്തിൻ്റെ അടുത്തേക്ക്. ആ, ഇത് കാട്ടിയേമ്പാ. അത് കൊള്ളൂല്ലോ. പോയാ അറിയില്ല, നോക്കാം. ഇതവിടെ ഒരു മത്തങ്ങ. പുഴു വെച്ചു ചേട്ടാ. പുഴു വെച്ച കളഞ്ഞാരെ. കളയണ്ട, അതിൻ്റെ കായ എടുക്കാൻ പാടില്ലേ? അതിൻ്റെ കൂടെ വെക്കരുത് കേട്ടാ. ഇത് മത്തങ്ങ. അത് നീ കണ്ടില്ലായിരുന്നാ? എന്നാലും ആ വെണ്ട മൊത്തം പോയല്ലോ ചേട്ടാ. കാടായിപ്പോയി, അതാ പറ്റിയ. കുമ്പളങ്ങയാണല്ലോ. ആ പുഴുവുള്ളത് അതിൻ്റെ അടുത്ത് വെക്കല്ല, അത് മാറ്റി വെക്ക. ഓ, ഇഞ്ചിക്കകത്തെല്ലാം കാടായി. കാട് പറിക്കണം. എന്നാ മുരിങ്ങ മുളച്ചാ? ഇതാടാ കുമ്പളങ്ങ ഇരിക്കണം.
ഇവിടെ എങ്ങാണ്ടൊരു മത്തങ്ങ ഉണ്ടായിരുന്നേ. ആ അത് പറിച്ചു. തണ്ട ചോട്ടല്ലേടാ. ശരി, പാത്രം എടുത്തിരുന്ന ഈ ഉള്ള വെണ്ടയ്ക്ക അങ്ങ് പറിക്കാറുണ്ട്. എന്നാലും വേണ്ടില്ല, പറിച്ച് അത് പറിക്കാതെ നിന്നോണ്ടാണ് അതങ്ങനെ ആയത്. ഉണങ്ങിയതൊക്കെ വിത്തിനെടുത്തോ. പാമുരിങ്ങ മുളച്ചു. അവിടെ ഒരു മത്തങ്ങയുണ്ട്. ഫോൺ കോൾ തന്നെയുണ്ട്. വെണ്ടയ്ക്കല്ലേ? ആ ഇഞ്ചി മഞ്ഞളും ഒക്കേനും പോയില്ലേ. ഇഞ്ചി മൂത്തിട്ടുണ്ട്, ഇലയൊക്കെ പഴുത്തു. ദേ ഇവിടെ ഒരു മത്തങ്ങ ഉണ്ട് കേട്ടാ. കാട്ടിക്കട അങ്ങനെ കയറി നടക്കല്ലേ. ആരടാ? അതെ, ആ അത് പറിച്ചോ. ഇതേതോ ഇത് പറിക്കേ. അതിങ്ങനെ പറിച്ചോ. മുരിങ്ങ എൻ്റെ ഒപ്പം എത്തിട്ടോ. മുരിങ്ങയില ജീവനാ എനിക്ക്. ഇതിലെല്ലാം വന്നേക്കണേൽ വല്ലതും ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ചേട്ടാ, ഇതൊരു വഴുതനങ്ങയല്ലേ നിൽക്കണേ? വാ, വഴുതിനത്തയ്യ. ഇവിടെ 2 ഉണ്ടോ? അതേതാ? ഒരെണ്ണം ഏതാ? ഇത് നമ്മൾ നട്ടായിരുന്നോ? ഒരെണ്ണം ഏതാടാ? അതിൻ്റെ ചുറ്റും കാടൊന്ന് വെട്ടാവോ? ദൈവമേ, അവൻ ഇവിടെ ഒരെണ്ണം കാണിച്ചു തന്നായിരുന്നു. അതേതാ? അത് പൊക്കി വെച്ച് എന്തെങ്കിലും കാണിച്ചാൽ വിറക് പൊക്കവിടെ. അത് മൂടണ എന്നാണല്ലോ, കട്ടിലൊക്കെ ഇരിക്കണല്ലേ. ഇതുണ്ടോ ഈ തണ്ടൊക്കെ നല്ല തണ്ട. എനിക്കൊരു സംശയമുണ്ട്, അവിടെയൊക്കെ എന്തോ ഉണ്ടെന്നുള്ള. ഒരു വെണ്ട അവിടെ ഉണ്ടല്ലോ. എല്ലാ വെണ്ടയിലും കുരുവുണ്ട്. ഇത് സാധാരണ വെണ്ടയാ. അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയും ഇത്രയും കിട്ടിട്ടോ.
അതിന്ന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇത് നമുക്ക് വണ്ടിയിൽ കൊണ്ടുവയ്ക്കാം. ചുണ്ടൻകോന്നി പുഴു, അമ്മേടെ ചുണ്ടൻകോന്നി പുഴു. ഡാ മാക്കു, ഇതൊക്കെ കൊണ്ടുപോവാണോന്ന് ഈ മാക്ക് ചോദിക്കണേ. മാക്കുവിൻ്റെ വാലാട്ട് നോക്കിക്ക്. ഇവൻ്റെ വാലും ഇവൻ്റെ ചെവി, അതാണ് ഇവൻ്റെ ഹൈലൈറ്റ്. ചേട്ടനോടാ ചെല്ല, ഓടിച്ചല്ല, അവിടെ ചെല്ല. ചേട്ടൻ വിളിച്ചേ, നോക്ക് ആടാന്ന് പറഞ്ഞപ്പോൾ. എന്താ ചേട്ടനെ വന്ന് നോക്കണം, കൊണ്ടുപോവാണോന്ന് തപ്പടി. ഇപ്പം ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? ഓ ഇതവൻ്റെ കിടപ്പ് നോക്കിക്ക്. എൻ്റെ പൊന്നോ, ഭയങ്കര സെറ്റപ്പാണല്ലോ. മാക്കോ, മാക്കോ. ഇപ്പം നമ്മൾ വാഴക്കൊലയും മത്തങ്ങ കുമ്പളങ്ങയൊക്കെ ആയിട്ട് കൊടുക്കാൻ പോവുക. പോണ വഴിക്ക് അപ്പുറത്ത് വാഴക്കൊലയുണ്ട്. അതുണ്ടെങ്കിൽ അതും വെട്ടിയിട്ട് നമ്മൾ കയറും. ആ നമ്മളപ്പോൾ ദാ ഇവിടെ ഈ വാഴത്തോട്ടത്തിൽ വന്ന ഇവിടെ നിന്ന് 2-3 കൊലകളൊക്കെ ചേട്ടനെ കിട്ടി. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അതുമായിട്ട് നമ്മൾ പിന്നെ കൊടുക്കാനായിട്ട് പോകും. വാഴക്കൊല വയ്ക്കാൻ അത് അവിടെ കിട്ടും. പ്ലസ്സിലോ അതിനെ അവിടെ പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെ വണ്ടി വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? അവിടെ വാഴക്കൊലയൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വണ്ടികളുണ്ടല്ലോ. കൊലകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേലും മത്തങ്ങ എടുത്ത് വെച്ചേക്കണം. അത് പള്ളിക്ക് കൊടുത്ത മത്തങ്ങ ഇതേ വെച്ചേക്കണത് ആണോ ചേട്ടാ? ചേന ഒരെണ്ണേ വന്നിട്ടുള്ളൂ. കുമ്പളങ്ങയുണ്ട്, പാവയ്ക്കുണ്ട്. ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമൻറ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീണ്ടും പുതിയ പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വിളിക്കും. ഡിസൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.